കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും താഴെ ഒരു പ്രത്യേക തരം സംഖ്യമരവാണം വന്നിട്ട് ചില കമൻറ്റുകൾ ഇടും. രാജൻ പുളിയലക്കണ്ടിയ, ഇവനേതോ കണ്ടിയാണ്, പുളിയലക്കണ്ടിയോ എന്തോ കണ്ടി ആയിക്കോട്ടെ. അപ്പോൾ ഇതിനിട്ടിരുന്ന ഒരു കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ മൈ സുഡാപ്പി വേട്ടാവളിയൻ തീവ്രവാദി, ഇന്ത്യയുടെ കപ്പലാണോ ചെറ്റെ അമേരിക്ക വെടിവെച്ചത്? സ്വന്തം രാജ്യത്തിനെതിരെ ഇങ്ങനെയുള്ള കള്ളവാർത്തകൾ എഴുതുന്ന ഇത്തരം രാജ്യദ്രോഹികളെ ജയിലിലടയ്ക്കണം. അപ്പം ഈ രാജ്യസ്നേഹിയോട് എനിക്ക് പറയാനുള്ളത്, ഓപ്പറേഷൻ സിന്ദൂർ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. നമ്മുടെ 10-27 സഹോദരങ്ങളെ ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലെ തീവ്രവാദികൾ വന്ന് വെടിവെച്ച് കൊന്നു. അത് മുണ്ട് പൊക്കി നോക്കി മുസ്ലിം ആണോ ഹിന്ദു ആണോ എന്ന് നോക്കി വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞ് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ ഒരാഴ്ച മൊത്തം വാർത്തയായിരുന്നു അല്ലേ? നീയൊക്കെ വിശ്വസിക്കുന്ന നിന്റെയൊക്കെ സ്വന്തം ചാനലായിട്ടുള്ള ഈ വിസർജനം ചാനലിനകത്ത് വന്നിട്ടുള്ള ഒരു വാർത്തയാണ് നീ ഇപ്പോൾ കാണുന്നത്. ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത നിന്റെ അനിൽ നമ്പ്യാറിന്റെ വിസർജന ചാനലിനകത്ത്. ഇത് നീ വിശ്വസിക്കുമല്ലോ അല്ലേ? നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തിട്ടുള്ള മഹാന്മാരാണ് ഈ ഇരിക്കുന്നവരെല്ലാം. ഇതെല്ലാം സംഘപരിവാർ പ്രസ്ഥാനത്തിലുള്ളവരാണ്. രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ ഒറ്റിക്കൊടുത്തു. ഈ സത്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ രാജ്യദ്രോഹിയാകും, നമ്മൾ തീവ്രവാദിയാകും, നമ്മൾ സുഡാപ്പിയാകും. എന്തായാലും നീയൊക്കെ നല്ല തന്തയ്ക്ക് ജനിക്കാത്ത ജെൻസിന്റെ ഗുണമാണ്. നീയൊക്കെ സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിലും ഫേക്ക് ഐഡിയിൽ വന്നുകൊണ്ട് നിന്റെയൊക്കെ കമന്റ് ബോക്സ് പൂട്ടി വെച്ചിട്ട് പിടുക്കിന് ഉറപ്പില്ലാതെ ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് കൊണയടിക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ നമ്മൾ ആ ഒരു ലാഭത്തോടുകൂടി തന്നെ അങ്ങോട്ട് എടുക്കുകയാണ്. എന്തായാലും നിങ്ങൾ ഈ ഒരു വാർത്ത ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ 3 കപ്പലുകളാണ് ഹോർമൂസ് കടലിൽ അമേരിക്കന്റെ ഷെല്ലാക്രമണത്തിൽ തകർന്നതും അതിനകത്ത് നമ്മുടെ പ്രിയപ്പെട്ട 3 നാവിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്ത. ഈ ഒരു വാർത്ത വന്നിട്ട് ഈ പറയപ്പെടുന്ന മുഖ്യധാര മാധ്യമങ്ങളിലൊന്നും ചർച്ച വന്നിട്ടില്ല. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇതിനെ ഒന്ന് അപലപിച്ചിട്ട് പോലുമില്ല. ഇതിനെതിരെ ഒന്നും ശബ്ദമുയർത്താൻ നിനക്കൊന്നും ആവത്തില്ല. കാരണം നീയൊക്കെ ഷണ്ടന്മാരാണ്, നീയൊക്കെ ശിഖണ്ഡികളാണ്. സംഘപരിവാറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ രാജ്യദ്രോഹിയാണ് എന്ന് നീ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതങ്ങോട്ട് സ്വീകരിക്കാൻ തയ്യാറാണ്. കാരണം എൻ്റെ ശ്വാസം നിലനിൽക്കുന്നത് വരെ സംഘപരിവാറും നിന്റെ കൂട്ടരും കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്കെതിരെ ശക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. അതായത് വളരെ പ്രധാനപ്പെട്ട 2-3 വാർത്തകൾ വിസർജനം ചാനലിനകത്തും കർമ്മ കക്കൂസിലും വന്നിട്ടുണ്ട്. കാണാതെ പോരുത്. ഈ വാർത്ത അതീവ ഗൗരവമുള്ളൊരു വാർത്തയാണ്. രാജ്യത്ത് വീണ്ടും ഒരു തീവ്രവാദി ആക്രമണത്തിന് സാധ്യത ഉണ്ടെന്നാണ് മലൻ നമ്പ്യാരുടെ വിസർജനം ചാനലിനകത്തും ഈ ആന്റിയുടെ കർമ്മ കക്കൂസിലും വന്നിരിക്കുന്ന വാർത്തകൾ. പ്രിയപ്പെട്ടവരെ, കേൾക്കാതെ പോരുത്. കേട്ടിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം. രാജ്യത്ത് സ്ഫോടനം നടത്താനുള്ള സാധ്യത ഉണ്ടെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ വ്യക്തമാക്കുകയാണ്. 2 ദിവസത്തിനു മുമ്പാണ് ഡൽഹിയിൽ സ്പെഷ്യൽ സെൽ ISIയുടെ പിന്തുണയുള്ള 9 ഭീകരരെ ഡൽഹി പോലീസ് അതിസാഹസികമായി പിടികൂടിയത്. അവർ ഡൽഹിയിലും മുംബൈയിലും അടക്കം ഒരു ഭീകരാക്രമണം നടത്താനായിട്ട് എത്തിയതാണ്. അതും ദാവൂദ് ഇബ്രാഹിമിന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ. പ്രതികളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നാണ് BJPയുടെ ഓഫീസ് ഉൾപ്പെടെ ആക്രമിക്കാനും ചില VVIPകളെ ആക്രമിക്കാനും ലക്ഷ്യം പാകിസ്ഥാൻ ഇട്ടിരുന്നതായി വ്യക്തമായത്. രാജ്യ തലസ്ഥാനത്തെ BJPയുടെ ഓഫീസ്, അതായത് ഡൽഹിയിലുള്ള BJPയുടെ ദേശീയ ആസ്ഥാനത്തിന് നേരെ ഗുരുതരമായ രീതിയിൽ ഒരു ഭീകരാക്രമണം ഭീഷണി ഉണ്ടെന്ന് ഇന്റലിജൻസ് ബ്യൂറോയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ അതീവ ശക്തമാക്കിയിരിക്കുകയാണ്. ഡൽഹി ദീൻ ദയാൽ ഉപാധ്യായ മാർഗിലുള്ള BJP കാര്യാലയത്തിൽ ഡൽഹി പോലീസ്, അതോടൊപ്പം തന്നെ CRPF, മറ്റ് അർദ്ധ സൈനിക വിഭാഗങ്ങൾ എന്നിവരുടെ അധിക സേനയാണ് നിലവിൽ വിന്യസിച്ചിരിക്കുന്നത്. ഓഫീസിലേക്ക് എത്തുന്ന ഓരോരുത്തരെയും കൃത്യമായ സുരക്ഷാ പരിശോധനകൾക്ക് വിധേയമാക്കിയ ശേഷമാണ് കടത്തിവിടുന്നത്. നേരത്തെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത നേപ്പാൾ സ്വദേശികൾ അടക്കമുള്ള 9 ഭീകരരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ ഭീതിജനകമായ വിവരങ്ങൾ പുറത്തുവന്നത്. പാകിസ്ഥാൻ ഭീകരവാദ സംഘടനകളുമായും അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനിയുമായും ഇവർക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡി കമ്പനിയും ചാരസംഘടനയായ ISIയും സംയുക്തമായി ചേർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനിടയിലാണ് ഭീകരർ പിടിയിലായത്. ഒരിക്കൽ TG മോഹൻദാസ് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും കേരളത്തിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാവില്ല. കാരണം അവർക്ക് ഇത് വളരെ സേഫ് ലാൻഡാണ്. സ്വന്തം സ്ഥലത്ത് പ്ലാൻ ചെയ്യുന്ന കെട്ടിടം അവർ പൊളിക്കും ഇല്ലല്ലോ. അപ്പൊ അത്തരത്തിലൊരു സേഫ് ആയിട്ട് കേരളം മാറുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപകടം. ഒരുപക്ഷെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും, ഞങ്ങൾ ജനം TV ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഒരുപാട് വാർത്തകൾ ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഒരു ത്രെട്ട് വരികയാണ്.
അത് സാക്ഷാൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നാണ് ജനൻ ടിവിക്ക് ഒരു ത്രെട്ട് വരുന്നത്, ഒരു ഭീഷണി വരുന്നത്. ഈ വാർത്ത നമ്മൾ ഓൺ എയർ കൊടുത്തപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും നമ്മളോട് വലിയ താല്പര്യമില്ലാത്ത ആളുകളൊക്കെ നമ്മളെ ട്രോൾ ചെയ്ത് ചിരിച്ചു, ഭയങ്കരമായി നമ്മളെയൊക്കെ അപമാനിച്ചു. ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെയുള്ള ഒരു ഭീകര സംഘടന ജനം ടി വി പോലെ വളരെ ഉത്തരവാദിത്തോടു കൂടി ഇത്തരം കാര്യങ്ങൾ തുറന്നു കാണുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെ ഒരു ഭീഷണി ഇവിടെ പൊട്ടിക്കുന്നായിരുന്നു, ഭീകരാക്രമണം നടത്തുമെന്ന ഒരു ഭീഷണി കത്തായിരുന്നു വന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതിനുശേഷം ലോക്നാഥ് ബെഹ്റ സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ പദവി ഒഴിഞ്ഞ സമയത്ത് ജനൻ ടിവിയോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം തന്നെ ഔദ്യോഗികമായത് പറഞ്ഞു, നിങ്ങൾക്കൊരു ത്രെട്ട് ഉണ്ടായിരുന്നു, അത് ഞാൻ നിങ്ങളെ അറിയിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോ എന്തിനാണ് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത്, എന്തിനായിരിക്കും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ഇവർ തീരുമാനിക്കുന്നത്? അതിന്റെ ഉത്തരമാണ് നമ്മൾ നിരന്തരം കൊടുക്കുന്ന ഇത്തരം വാർത്തകൾ. അതായത് ഒരു നാടിനെ നശിപ്പിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് അവിടെ ലഹരി ഒഴുക്കുക എന്നുള്ളത്, രണ്ടാമത് വേണ്ടത് കള്ളപ്പണം ഒഴുക്കുക എന്നുള്ളത്, മൂന്നാമത് ഈ പറയുന്ന ഭീകരത, നേരത്തെ പറഞ്ഞ പോലെ യുവാക്കളെ ഉൾപ്പെടെ അവരുടെ മസ്തിഷ്കത്തിലേക്ക് ഭീകരത കയറ്റി അവരെ റാഡിക്കലാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക. ഇത്തരം പ്രവണതകളൊക്കെ കൃത്യമായി ഇവിടെ നടക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇതൊന്നും അഡ്രസ് ചെയ്യാതെ പോകുന്നത്? ജനൻ ടിവിക്ക് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഉത്തരവാദിത്തം. ഈ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ ഒരു വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ഒരു സമുദായ നേതാവ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ആള് പങ്കെടുക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രധാനപ്പെട്ട പരിപാടി സംസ്ഥാനത്തെ 3 മന്ത്രിമാർ, ആഭ്യന്തര മന്ത്രി അടക്കം ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. ഞാനിത് നേരെ തിരിച്ചു ചിന്തിച്ചു കേട്ടോ. ഈ സമസ്തയോ ജമാഅത്തെ ഇസ്ലാമിയോ ഒരു പരിപാടി നടത്തുകയാണ്. സുരേഷ് ഗോപി വിളിച്ചപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു, അല്ല നിങ്ങളെ ഷൂറ അംഗം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറഞ്ഞില്ലേ, ഇസ്ലാമിക ഭരണവും രാഷ്ട്രവും വന്നാൽ മാത്രമേ ആരാധന പൂർണ്ണമാവൂ, അത് മൗലിക അവകാശമാണ്, അപ്പൊ അത്ര നിലപാടുകൾ എനിക്ക് താല്പര്യമില്ല, ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും കോളിളക്കം? ഇതൊന്ന് നേരെ തിരിച്ചു ചിന്തിച്ചു. അപ്പൊ എനിക്ക് തോന്നുന്നു, ഞാൻ എന്റെ പോയിന്റ് അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന ബംഗ്ലാദേശി ഭീകരന്മാരും ഈ പറയുന്ന റോഹിംഗ്യൻ, ഗൗതം പറഞ്ഞ പോലെ റോഹിംഗ്യൻ ഭീകരന്മാരും പോലും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും അഭയം കൊടുക്കുന്നില്ല. അവരൊക്കെ ഇവിടെ വളരെ സേഫായി നിൽക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടത്തെ ഈ ഒരു അന്തരീക്ഷം. കേരളത്തിൽ സത്യസന്ധമായി വാർത്തകൾ പറയുന്ന ഇതുപോലത്തെ ഒരു മാധ്യമം നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ സാധിക്കും? ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ രാജ്യത്തോട് ഉത്തരവാദിത്വം, ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ രാജ്യത്തോട് പ്രതിബദ്ധത. നമ്മുടെ രാജ്യത്തിന്റെ ഇന്റലിജൻസ് സംവിധാനം, നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ കുറ്റം പറയാണ് ഈ വേട്ടാവളിയന്മാർ വന്നിരുന്നോണ്ട് പറയും. ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ അമിത്ഷാജീനെയാണ് ഇവന്മാർ വന്നിരുന്നോണ്ട് ഇങ്ങനെ കുറ്റം പറയുന്നത്. കഴിവില്ലാത്ത ഭരണമാണെന്നാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ നടത്താൻ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആരുടെ കഴിവുകേടാണ്, അത് ആരുടെ പിടിപ്പുകേടാണ്? സത്യം പറയാം, തലയ്ക്കകത്ത് ലശേഷം മൂളയില്ലാത്ത, അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവനൊക്കെ മന്ദബുദ്ധി എന്നെങ്കിലും നമുക്ക് വിളിക്കാമായിരുന്നു. ഈ വിസർജനം ചാനലും ഈ കർമ്മ കക്കൂസും നമ്മുടെ നാടിനാപത്താണ്. കാരണം ഇവന്മാരൊക്കെ പച്ച വർഗീയതയും പച്ച നുണയുമാണ് ഇങ്ങനെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനിയുമായിട്ട് പാകിസ്ഥാന്റെ തീവ്രവാദ സംഘടനയും ഡൽഹിയിൽ ഇവന്മാരുടെ മറ്റേ ഓഫീസ് സ്ഫോടനം ചെയ്യാൻ പോകുന്നൊക്കെയാണ് വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ തട്ടി അങ്ങോട്ട് വിടുന്നത്. ഇതൊക്കെ കേൾക്കുമ്പം ഈ സംഘപരിവാർ വേട്ടാവളിയന്മാരുണ്ടല്ലോ, ഈ ശാഖയിൽ പോയിട്ട് അവർ പറഞ്ഞു കൊടുത്തതൊക്കെ കേട്ട് തലയിൽ വെച്ചിരിക്കുന്ന പച്ചവർഗീയത പറഞ്ഞു വിട്ട്, അമരമത വിദ്വേഷം പറഞ്ഞു വിട്ട് മുസൽമാനെയും ക്രൈസ്തവരെയും കമ്മ്യൂണിസത്തെ ഇല്ലാതാക്കണമെന്ന് പഠിപ്പിച്ചു വിട്ടിട്ടുള്ള ഈ മരപ്പൊട്ടന്മാരുണ്ടല്ലോ, ഇതൊക്കെ കേട്ട് വിശ്വസിക്കും. എന്താണെങ്കിലും ഈ വന്നിരുന്ന് പറയുന്നത് ലവന്മാരുടെയൊക്കെ നേതാക്കന്മാരെ കുറിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് ഈ കൊണയടി ഈ വൃത്തികെട്ടവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ കേട്ടല്ലോ അല്ലേ? ഇതിനൊക്കെ കൃത്യമായിട്ട് ഇത് കേട്ടിട്ടുള്ള ഏതെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഖ്യ പൊട്ട ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കമന്റുമായിട്ട് വരണം. അല്ലാതെ വീട്ടിലിരിക്കുന്ന നിന്റെയൊക്കെ തന്തയും തള്ളയും പറയിപ്പിക്കുന്നതും അവരെ വിളിക്കുന്ന പോലുള്ള കമന്റുകളൊന്നുമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് മെഴുകാൻ നിൽക്കരുത്. ആണുങ്ങളെപ്പോലെ നേർക്ക് നേരെ പറയാനുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ അതിനകത്തുണ്ട്, വിളിക്കാം. അതിനുള്ള മറുപടിയും ഞാൻ തരുന്നതായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കമന്റുകൾ അറിയിക്കാൻ അടുത്തൊരു വീഡിയോ കാണാം.